എല്ലാവർക്കും നമ്മുടെ ഒരു ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ 22 lakh സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. കൈയടിക്കൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വ്ളോഗാണ്. ലൈക്ക് നമ്മൾ 23 lakh സബ്സ്ക്രൈബേഴ്സിലേക്ക് ഇനി പോവുകയാണ്. സോ വളരെ പെട്ടെന്നാണ് ഈ മാസം കഴിഞ്ഞ മാസം കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടാണ് തോന്നുന്നത് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് വരുന്നത്. സോ താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ കുട്ടികളെങ്ങനെ കാണുകയാണ്. ചെക്കന്മാരെല്ലാവരും ഓരോ വൈക്കിന് റിസൾട്ട് വന്നെന്ന് കണ്ടതാണ് അല്ലേ, പിന്നെ കാണാൻ പറ്റില്ല. ഈ എവിടെയായിരുന്നു ഇത്രയും കാലം? വീട്ടിൽ എവിടെയാണ്? പെരിലുണ്ടേനി. വിദ്യാഭ്യാസം എങ്ങനെ പോകുന്നു? +2 എത്തിയപ്പോ കുഴപ്പമില്ല, അങ്ങനെ പോകണ്ട്. ഉഷാറാണ്. മാർക്കൊക്കെ ഉണ്ട്? മാർക്ക് കുഴപ്പമില്ലാത്തുണ്ട്. കുഴപ്പമില്ല. ജീവിതത്തിൽ ഹാപ്പിയാണ്? ഈ നിമിഷങ്ങളിൽ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ പ്രൈവസി സ്ക്രീൻ കാർഡ് പൊട്ടിച്ചേ എല്ലാം കൊണ്ട് നല്ല വിശേഷം. ഇന്ന് സ്കൂള്, നാളെ ഇന്നും സ്കൂളിലല്ലേ. ബസ് സമരങ്ങളൊക്കെ ബൈക്കിന് പോകണമല്ലോ അല്ലേ? അതെ, എല്ലാരും ഉണ്ടാവില്ലേ, കുട്ടികളൊക്കെ കമ്മിയാണേ. നാളെന്താ സ്കൂളിലത്? ബന്ധോ? എന്ത് ബന്ധം? നിങ്ങളെ സ്കൂൾ തുടങ്ങിയിട്ട് നിങ്ങളെ സ്കൂളിൽ പോയിക്കണം. നാളെ റിയാവുദ്ദീൻ ഇപ്പൊ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അകമ്പാടം സ്കൂളിൽ വളർന്നു വരുന്ന ബോക്സിംഗ് ചാമ്പ്യനാണ് ഞങ്ങളെ ലിയാവുദ്ദീൻ കേട്ടോ. അസറു എന്നാണ് പോയത്? ഒരു മാസം. അസറു മിസ് ചെയ്യുന്നുണ്ടോ? ചെറുതായിട്ടൊക്കെ. അസറുവിന്റെ അഞ്ചനുണ്ട് ഇരിക്കണ ബോക്സിംഗ് ചാമ്പ്യനാണ്. അസറു ജോർജിയിൽ നിന്ന് കാണുന്നുണ്ട്, കമന്റ് ഇടട്ടോ. അസറുവിന്റെ എല്ലാ വ്ളോഗും ഇരുന്ന് കാണലുണ്ട്. സോ അസറു നമ്മളില്ലാത്ത ടൈമിലാണ് പോണേട്ടോ. ഞങ്ങളെല്ലാരും നമ്മളെവിടെ? ഖത്തറിലോ ദുബായിലോ? ഓക്കെ. സൗദൻ എങ്ങനെ പോകുന്നു വിശേഷങ്ങൾ? നല്ല വിശേഷം. സുഖാണോ? സ്കൂൾക്ക് പോയിട്ട് 2 ആഴ്ചയായി. പിന്നെ ആദ്യത്തെ മാസങ്ങൾ പോയിട്ടില്ല. ഈ മാസം തുടങ്ങിയിട്ട് ആകെ 2 ആഴ്ച ആവുന്നുള്ളൂ. 10 ഏത് പല്ല്? പ്രേതപ്പല്ലോ? ഇവിടെ എക്സ്ട്രാ പല്ലുണ്ടല്ലേ? 2 ആഴ്ച അതിന്റെ വേദന കൊണ്ട് പോയില്ല. പനി വന്നു ഫുള്ള്. ഇബലി എല്ലാരും കള്ളന്മാരാണ്. ഇതിന്റെ നേതാവിന്റെ അടുത്തേക്കാണ് നമ്മള്. നേതാവേ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഫുള്ള് പോയി. ഇന്നെന്തേ പോവാഞ്ഞ്? ഇന്ന് ബസ് സമരം. ലേണേഴ്സ് ലൈസൻസ് ആണ്. സ്കൂളിൽ പോണ എനിക്കെന്ത് ബസ് സമരം? ലേണേഴ്സ് ലൈസൻസ് കിട്ടിയോ? പിന്നെ അപ്പൊ രാവിലത്തെ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബഹുമാനപ്പെട്ട അഫീഫിന് ലേണേഴ്സ് ലൈസൻസ് കിട്ടി. ഇനി നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ ഹൈക്രോസുമ്മല്, ഡിസയറുമ്മല്, എറ്റിയോസുമ്മല്, 3 കറണ്ട് സ്കൂട്ടിമ്മലും മറ്റേ ആക്സസുമ്മലും എല്ലാത്തും കൂടി എന്ത് ചെയ്യാണ്? എല്ലൊട്ടിക്കാണ്. എൽബോർഡ് ഹിമാലയമ്മലും എല്ലാത്തുമ്മലും എല്ലൊട്ടിക്കാൻ പോവാണ്. സോ ഇന്ന് നമ്മൾ കാണാൻ പോണെന്ന് വെച്ചാൽ ചെക്കന്മാരെന്ന് എന്താ ഉണ്ടാക്കണത്? ഇതിനെ നാണോ? അപ്പൊ മോരുസോഡന്റെ ആൾക്കാരുണ്ട്. അഫീഫാണ് ഇതിന്റെ നേതാവ്, മോരുസോഡന്റെ നേതാവ്. ഓലപ്പടക്കം വെച്ചേ കമ്പ്യൂട്ടർ മോണിറ്ററിന്റെ അടുത്ത് ആരെങ്കിലും ഒന്ന് തിരി കൊടുത്താ പൊട്ടിച്ച ഇപ്പച്ചിക്ക് പേടിച്ചു. ഇതാണ് എനിക്ക് ബോക്സിംഗ് കീ ചെയിൻ ഓൾറെഡി ഉണ്ടോ? ഉള്ളല്ലേ അഫീഫേ? ഉള്ളല്ലേ ഇന്നതല്ലേ? തലമുട്ടൊന്നുമില്ല. നമ്മളത് ഇവിടെ മുട്ടും, ഇവിടെയൊക്കെ മുട്ടും. പക്ഷെ നമ്മളെന്താകും? അവര് ഫ്ലോയിൽ ഇങ്ങനെ പോകും. കാരണം നമ്മള് 10 രൂപ അല്ലേ? അപ്പൊ ഗൈസ് നമ്മള് മോര് സോഡ ഉണ്ടാക്കാൻ പോവാണ്. എന്താണ് പൂക്കോടുംപാട സ്കൂളിൽ എന്താണ് വിശേഷങ്ങൾ? എന്തുകൊണ്ടും എല്ലാം കൊണ്ടും ഇപ്പൊ ഞാൻ പോണത് പറഞ്ഞാല് വൈകുന്നേരം ഒരു വോളിബോൾ കളി ഉണ്ട്. റീല് കണ്ടു. അതിന് വേണ്ടി ഞാൻ പോണത്. ഒരാളെ ഷോട്ട് കണ്ടിട്ട് ഷോർട്സ് അല്ല, ഷോട്ട്
ഷാലിന്റെ ഷോട്ട് ഷാലിന്റെ ഷോട്ട് കണ്ടിട്ടല്ലേ ഞാൻ ഷോർട്സ് അല്ലടാ ഷോർട്ട്. ഓക്കെ ഇത് പവർ ബാങ്കോ ജ്യൂസ് ഉണ്ട് അതിന് മാത്രമേ ചാർജ് ആവുള്ളൂ. അല്ല അങ്ങനെയല്ല പറഞ്ഞത്. ഇനി എങ്ങനെ കൊണ്ടുനടക്കാൻ ചാർജ് ചെയ്യാൻ കഴിയുവേ. ഐഫോൺ മിനിയോ ചെറിയ ബാറ്ററിയാ എടാ വേ ഉണ്ടാക്കി. അപ്പൊ അഫീഫ് മോരിസോഡ ഉണ്ടാക്കുമ്പോ എത്ര ഒക്കെ തികയോ അഫിയെ? തികയോ? ഇത്രക്ക് തികയില്ല ഉറപ്പാ. ഒരു അപ്പൊ ആരൊക്കെയാ കുടിച്ചിന് ഒരു തീരുമാനത്തിൽ എത്തിക്കോളൂ. എനിക്ക് വേണ്ട, സിദിന് വേണ്ട, സിദിന് വേണ്ട, എനിക്ക് വേണ്ട. അനക്ക് വേണോ? വീഡിയോ എടുക്കുന്ന എനിക്ക് വേണോ? സൗദിന് വേണോ? കുറച്ച് തേൻ കൊടുക്കി. അതിനെ തേന്ന് പറയണോലെ പാവിന്റെ കുട്ടീനെ സൈഡാക്കിയില്ലേ? ഇന്റർനാഷണൽ ബുക്ക് വെറുതെ പറയാണ്. നമ്മളിപ്പോൾ സിംഗിൾ അല്ലേ? അത്രേ ഉള്ളൂ. അതെന്താ മോരിസോടെ ഷെയ്ക്ക് ഉണ്ടാക്കണേ? ഇതെന്താ പിസ്സ? ഇതെന്താ മുട്ട ബജി ചമ്മന്തിയോ? ചമ്മന്തി അല്ല അറ്റമുളക് അടിച്ച് കയറ്റിയാണ്ട് മൂക്ക് കേറിട്ട് മധുരല്ലേ. തലേക്കാണ് കേറണ ഫിഫൈന്റെ മുളക്. എന്നിട്ടോ മുളകിന്റെ ആൾക്കാരല്ലേ നിങ്ങളൊക്കെ? വീഡിയോ ഉണ്ടാക്കട്ടോ മോരിസോഡ അഡിക്റ്റ്. ഫീഫാണ് നമ്മൾ ഇന്നത്തെ ഷെഫ് കേട്ടോ. വേറെ ലൈറ്റ് ഉണ്ടോ ഇവിടെ? മിന്നും പാടിച്ചാരൽ നെഞ്ചിൽ സെയ്താലേ കൊണ്ടാലേ വെണ്ണിലാട്ടുവേ ബ്രോസ്റ്റ് വേണ്ടേ? ഇന്നാക്കി തരാം. നമ്മള് രാത്രി പണ്ടൂരിലേക്ക് പോകുന്നതാണ്. അപ്പൊ അര ഗ്ലാസ് മോരിക്ക് ഒരു ഗ്ലാസ് മുളക് കിട്ടോ? അതിന്റെ ASMR എടുക്കട്ടെ. ഒച്ചുണ്ടാക്കില്ലേ? ശരീരം മാത്രമേ അതല്ല ഫോർക്കെങ്കിൽ ഫോർക്ക് ഈസി ടു മേക്ക് ആണല്ലേ? കുടിച്ചൂലോ എനിക്ക് വേണ്ട. കല്ലിൽ തന്നെ പാടാൻ വയ്യ. എന്നിട്ട് എൻ്റെ അടുത്ത് തരിപ്പും മുളകാട്ടി വെള്ളം കൂടിയാണ് കുടിച്ചിട്ട് തൊണ്ട കളഞ്ഞാലോ. സൈക്കോ കൊടുത്താണേ ഒരു സിപ്പ്. എന്തേ ഇത്ര പോളിങ്ങോ? കണ്ടിട്ട് ടേസ്റ്റ് ഉണ്ടോ? ബുളിക്ക് ഈ മുളക് ഇങ്ങനെ വലിച്ചു സമ്മതിച്ചു. എന്റെ സമ്മതത്തിന് ഇപ്പൊ അരക്കൊറ്റി മുളക് വലിച്ചുടിച്ച ഞാൻ കുടിച്ചു. എന്നാ ജി കുടിച്ചാ? കുടിച്ചാ സമ്മതിച്ചെടുത്ത് തരൂ റീനാനെ. അവിടെ കിടക്കാം കാണിച്ചു കൊടുക്കട്ടെ. അപ്പൊ ഈ മുളക് ഇത് കൊസറാട്ടി വെള്ളം ഇട്ടത്. കൊസറാട്ടി വെള്ളം എന്ന് പറഞ്ഞാൽ വൻ കൊസറാട്ടി വെള്ളം. ഇത് വലിച്ചുടിച്ചാല് റീനാനെ സമ്മതിച്ചു. ആയിക്കോട്ടെ എക്സ്ട്രാ റോസ്റ്റ് ആയിക്കോട്ടെ. അവിടെ എത്തണ്ട ജി റോസ്റ്റ്. ഇത് ബാക്കിണ്ടല്ലോ ഉള്ളൂടി. എന്തിന്റെ ജന്മണാവോ അവനൊക്കെ? ഈ സൈഡിലാ ബാത്റൂം. എന്തൊക്കെ അറിയണ്? കുറച്ച് വെള്ളം കുടിക്കാം. പുറത്ത് കാണാം.
എന്താ കുടിച്ചത് മോരന്നല്ലേ എനിക്ക് വേണ്ട നബീലൊരു സിപ്പ് പിടിച്ചാ നബീലിനൊരു സിപ്പ് കൊടുത്താണ് നബീലിന് ഓ എന്തേ വെച്ചോ നല്ലൊരു ഏരിയ സ്പൈസിയാ കള്ളില്ലേ ഈ വെള്ളക്കടലിലെ കള്ളോ കള്ള എവിടെയാണോ എടാ എന്താ പറ്റിയേ ചെവി കൂടെ എങ്ങനെ ഓ മറ്റേ നിങ്ങള് കസേര പിടിച്ച പോലെ ഉണ്ട് ചുമ മാറാൻ കണ്ണുമോറിൽ കാണാനുണ്ട് അതിന്റെ രസം ഇമ്മച്ചി ഫോർക്ക് മുതൽ ഏറ്റവും സെറ്റ് സാധനങ്ങൾ അഫീഫിനോട് കൈയ്യേക്കാൻ പറഞ്ഞു ഗ്യാസും കുറ്റി വിരമിച്ചോ പുതിയ കണി കേട്ടോ അതിമ പോയി പോയി ഇങ്ങനെ അന്തകമ്മി പൊട്ട അല്ലത് അടിയോ പിന്നെ അത് വെച്ചതാണ് പറഞ്ഞു പോയതാണ് ട്യൂട്ടോറിയൽ കാണിച്ചിരുന്നു ഇതുകൊണ്ട് വെച്ചോളാം ഇതുകൊണ്ട് വെച്ചോളാം അന്തകമ്മി അത് അങ്ങോട്ട് കൂടി ഇളക്ക് വേണ്ട അഫീഫ അഫീഫെ ഇത് എലിയൊന്നും കുടുങ്ങൂല കേട്ടോ പന്നി കയറേണ്ടി വരും ഔ എലി ഇത്ര പവറിലൊക്കെ അടിച്ചാലേ ഇപ്പൊ കുടുങ്ങുള്ളൂ പന്നിക്കൊക്കെ കണിയാണ് എന്താ പറ്റി ബ്രോ ഈ സാധനം എന്തിനാ സമ്മതിച്ചാൻ വേണ്ടിയാ കുടിച്ചേ ജാനൊക്കെയാണ് ഒറ്റ ബുദ്ധി അറിയണേ ഒറ്റ ബുദ്ധിയിൽ ഓരോന്ന് ചെയ്യാം എന്താണ് ഇനി എന്താ ഉണ്ടാക്കണേ ടിപ്പിക്കൽ ഇന്ത്യൻ ഹൗസ് ഹോൾഡ് കേട്ടോ വേ പ്രോട്ടീൻ്റെ അതിൽ നല്ല വലിയ ചിപ്സ് അതിൻ്റെ ഉള്ളിൽ വേറെ എന്താ പൊടി എന്താ ക്രിയേറ്റീവൊന്നുമില്ല പനിയോ ജിമ്മൊന്നുമില്ലേ പ്രോട്ടീൻ്റെ ഉള്ളില് നല്ല ചിപ്സ് ചിപ്സ് അല്ല ടേസ്റ്റ് ഇല്ലേ ഇതേതോ പേരോട്ട് ചിപ്സ് ആണോ ഞാൻ പൊരിച്ചോ ഒഴിവാക്കിയാണ് പോയില്ലോ അത് കഴിഞ്ഞു അതിന്റെ ബാറ്ററി കഴിഞ്ഞു എടാ തൊടുക്ക് ഇറങ്ങ ആ കണ്ടത് പോയിക്കോ അതാ നല്ലേ ഒറ്റ ബുദ്ധിയാട്ടപ്പോ സ്റ്റീവിയാണ് സ്റ്റീവിയ ചിപ്സ് ഇന്നും മാറിച്ചാരൽ നെഞ്ചിൽ സൈതാലേ കണ്ണിൽ ഉന്നെ വെത്ത് നീ കാതിൽ കൊണ്ടാലേ വാസം വന്നാലേ വേണ്ടട്ടോ വെറുതെ ആളെ എല്ലാം ഒറ്റ ബുദ്ധിയാളല്ലേ ഞങ്ങള് എന്തേലും വ്ളോഗിൽ എന്റെ പേര് പറയാ ഇജ്ജ് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യൂലേ ഞാനും പറയട്ടോ നോമ്പിന് അല്ല ഞമ്മളെന്താ ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ മേത്തിട്ട് വേണ്ടട്ടോ ഇങ്ങളെ തന്നെ പോവാ നമ്മക്കൊന്നും പോവല്ല എന്നെ പിന്നൊന്നും പറയില്ല എന്താ കിട്ടില്ല ബെല്ലൈനുണ്ടോ ഞാനേ അഫിക്കോ ഉണ്ടെങ്കിൽ പറയും ഉണ്ടെങ്കിൽ ഇല്ലേ ഇല്ല ഇതെന്തിനാ മസാല തുറക്കണേ ലൈൻ്റെ പേര് പറയാക്കാനോ ഞാൻ പറയട്ടെ ഞാൻ സത്യം പറയുള്ളൂ ഇത് ചെയ്തിട്ടില്ല ഞാൻ പറയും നല്ലോ ചെയ്യും കൂട്ടിപ്പൊടി ഒന്നുമില്ല എല്ലാം കൊണ്ട് എങ്ങനെ ഓഫ് ആവിക്ക ഇങ്ങനെ എയറിലിട്ടാല്. അപ്പൊ ഗൈസ് ഇന്ന് ചെക്കന്മാർക്ക് നമ്മളെ വക ബ്രോസ്റ്റ് ഉണ്ട്, ബ്രോസ്റ്റ് വാങ്ങിക്കൊടുക്കുന്നതാണ്. അവിടെ നിലമ്പൂര് പോയിക്കോളി, വണ്ടൂര് പോലെ. അപ്പൊ എന്നാ എനിക്കും വരാ, എനിക്ക് പോന്നരാ. ജിമ്മ് കഴിഞ്ഞിട്ട് പോവാ. എന്നാ ഞാൻ ഇപ്പൊ ജിമ്മ് കയറാം, എന്നിട്ട് ജിമ്മ് കഴിഞ്ഞിട്ട് നിങ്ങളവിടെ എത്തിയാൽ മതി. ഓക്കെ.
ഡീൽ. അപ്പൊ ചെക്കന്മാർക്ക് ബ്രോസ്റ്റ് ഇട്ടോ, കാരണം അന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ഇന്നാണ് കാണുന്നത്. ഞാൻ വീട്ടിലില്ല ഇനി കുറെ ദിവസം, ഞാൻ ഇതിലേക്ക് നടക്കേനി. അപ്പം ഇതിനുണ്ടാവില്ല. അല്ല 5:00 ഒരു അലാറം അടിച്ചാ എന്തിന്റെയാ? സുബൈക്കാരെ നിസ്കരിച്ചാണെങ്കിലും പറയാം. അല്ല മരുന്ന് കുടിച്ചാനാണ്. മരുന്ന് കുടിച്ചാ മരുന്ന് അലാറം വെച്ച് കുടിക്കണ ആദ്യമായിട്ട് പറ്റി. അപ്പൊ എന്തായാലും ഓലപ്പഞ്ഞി ഭക്ഷണം കഴിക്കാൻ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും കാണാം. അപ്പോൾ നമ്മളാ ഫിൻ്റെയും ടീമിൻ്റെ ഒക്കെ കൂടെ മോരുസോടിയും പരിപാടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി പോലെ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോവാണ്. റെഡി അല്ലേ? ഇല്ലേ? ഇല്ലല്ല. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് അതിഥികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫുൽവ എന്നുള്ള ടീമിലെ ആൾക്കാരാണ്, അതിൻ്റെ ഫൗണ്ടേഴ്സും ഇതുമാണ്. ഭയങ്കര മടി ഉണ്ട് ഓൽക്ക് ഇരിക്കാൻ. അപ്പോൾ ഓല് വന്നത് എന്താ വെച്ചാൽ ഇപ്പച്ചിക്ക് കഴിഞ്ഞ വ്ളോഗിൽ ഇമ്മച്ചിക്ക് മാത്രമാണ് കൂടുതൽ സമ്മാനം കിട്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പച്ചിക്ക് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്ത സമ്മാനമായിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഫുൽവ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള മെയിനായിട്ട് ഹൽവ അല്ലേ? ഹൽവ. ഇതിലിപ്പോൾ എന്താ ഉള്ളത്? ഓപ്പൺ ചെയ്യാം. മധുരത്തിന്റെ ആളാ. കണ്ണൊക്കെ വിട്ടിരുന്നു. ഇപ്പൊ എന്താ വെച്ചാലേ പറഞ്ഞാല് എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു, മനസ്സിലായില്ലേ? ഞങ്ങളെ പക്ഷെ ഷുഗറിന്റെ ചെറിയൊരു വിളയാട്ടം വന്നപ്പോഴാണ് ഇതിന് ഇപ്പോഴും ആ വണ്ടി കാണുമ്പോൾ അവിടെ നല്ല വണ്ടി കോഴിക്കോടൻ ഹൽവ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി ഇങ്ങനെ ഇതിലൊക്കെ സഞ്ചരിക്കാറുണ്ട്. ഗോതമ്പാണ് ഫേവറേറ്റ്. പിന്നെ കറുത്തൽവ പണ്ട് മുതലേ പലതും വാങ്ങി തിന്നു. രാത്രി ഉറക്കൊഴിച്ച് ഇതാണ് തുറക്കേണ്ടത്, ഇതാണ് തുറക്കേണ്ടത്. ജിംഷാദ് ഓന്റെ വാപ്പാക്കും ഉമ്മാക്കും വാങ്ങിയ അലുവ ഇവിടെ വെച്ച് പോയതേ ഓർമ്മയുള്ളൂ. ഫുള്ള് തിന്ന് ഞങ്ങൾക്ക് വെക്കാൻ വരിക ഞങ്ങൾ തിന്നു. ഈ ഫുൽവ എന്ന് പറഞ്ഞാൽ ഒരു അറബി ടച്ച് പോയാലുണ്ട്. അങ്ങനെ കേട്ടാണ് നിങ്ങളെ ആൾക്കാരെ പേര് ആദ്യത്തെ അക്ഷരം അങ്ങനെ വെച്ചിട്ടുണ്ടാക്കിയല്ലോ. അഫിയ എവിടോ? അഫിയ സിദ്ദിനെ ഇവനെവിടെ? അഫി ഇവിടെ വന്നോ? ഒരു കത്തുണ്ടാ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് നല്ലയോ അവിടെ ഇരിക്കുക. കയ്യിലുള്ള വായിക്കട്ടെ. പ്രിയപ്പെട്ട ഇപ്പച്ചിക്ക് അങ്ങനെ തന്നെ വായിക്കാം. വളരെയധികം സന്തോഷത്തോടെയാണ് ഫുൽവയുടെ ഈ ബോക്സ് നിങ്ങൾക്ക് അയക്കുന്നത്. ഹനാന്റെ പല വീഡിയോകളിലും ഫീൽ എങ്ങനെ ഉണ്ടാവുക? ഹനാന്റെ പ്രിയപ്പെട്ട ഇപ്പച്ചിക്ക് വളരെയധികം സന്തോഷത്തോടെയാണ് ഫുൽവയുടെ ഈ ഒരു ബോക്സ് നിങ്ങൾക്ക് അയക്കുന്നത്. ഹനാന്റെ പല വീഡിയോസിലും ഇപ്പച്ചിക്ക് ഹൽവ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതിൽ ഇപ്പച്ചിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ബ്ലാക്ക് ഹൽവയും പിന്നെ ഇപ്പച്ചിയെ പഴയ കുട്ടിക്കാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകാനായി മാമ്പഴക്കാലം എന്ന നമ്മുടെ ചക്ക മാങ്ങ ഹൽവയും അയച്ചിട്ടുണ്ട്. ഹനാന്റെ വീഡിയോയിലെ ഇപ്പച്ചിയുടെ പല കഥകളും സംസാരവും കേൾക്കാൻ നല്ല രസമാണ്. ഫുൽവയുടെ ഈ മാമ്പഴക്കാലം ബോക്സ് കാണുമ്പോൾ തീർച്ചയായും ഇപ്പച്ചിക്ക് കുറെ പഴയ നല്ല കുട്ടിക്കാല ഓർമ്മകൾ മനസ്സിലേക്ക് വരും. അങ്ങനെ ഇപ്പച്ചിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കുട്ടിക്കാല അനുഭവം നമ്മൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരാമോ? എല്ലാവിധ പ്രാർത്ഥനകളോടെ ഫുൽവ ബൈ കാലിക്കറ്റ് കസിൻസ്. അതിലെ ഒരു കുട്ടിക്കാല ഓർമ്മ ചോദിക്കുന്നുണ്ട്, എന്തേലും ഉണ്ടോ? കുട്ടിക്കാല അത് ഹൽവയുമായി ബന്ധപ്പെട്ടാണോ? ഇത് കൊറേ ഉണ്ടാ? എടാ ആ ഫോൺ അത്യാവശ്യം ഫോണാണെന്ന് ഒരു ഫോണ് വരാനുണ്ട്. ഓക്കെ ഇത് ജാക്ക് ഫ്രൂട്ട്. മാംഗോ വരണ്ട? ഇത് ജാക്ക് ഫ്രൂട്ട്. ഇത് ബ്ലാക്ക് ഹൽവ.
ഫോണ് സ്കൂളിന്റെ ആണോന്ന് അറിയണം. ഇങ്ങനെ സ്കൂളിൻ്റെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയേ. അപ്പോൾ നമ്മൾ മാമ്പഴക്കാലത്തിന്റെ ബോക്സ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇതാ കണ്ണൊക്കെ മൂക്കൊന്ന് തട്ടിക്കല അതിന്റെ ഒരു വര പിടിച്ചാൽ ഏയ് നമ്മളെ നിപ്പാണല്ലോ നിപ്പ കേട്ടല്ലോ അത് അവിടെ എടുത്തേക്ക്. ഞാനും കൂടട്ടെ. നിപ്പൻ്റെ സാഹചര്യമാണല്ലോ അപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ കുട്ടിക്കാലത്ത് മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ കപ്പി മാങ്ങ കോമാങ്ങ ഇതൊക്കെ കിളി എന്ത് ചെയ്യുന്നുണ്ടാകുന്ന അവർ കൊത്തിയിട്ട് പകുതി വെച്ച് പോയിട്ടുണ്ടാവും. അത് കിളിയാണോ അണ്ണാനാണോ വവ്വാലാണോ നമുക്കറിയില്ല. പക്ഷെ അതൊക്കെ എന്ത് ചെയ്യണേ ഒന്നും കഴുകാതെ നമ്മൾ അപ്പടി എന്ത് ചെയ്യുന്നു വിഴുങ്ങിയിരുന്നു. പക്ഷെ അന്നൊരു കിപ്പയൊന്നും ഇല്ലായിരുന്നില്ല. നമ്മളൊന്നും ജീവിച്ചു പോന്നു. പക്ഷെ ഇപ്പോൾ എല്ലാം നമുക്ക് പേടിയാണ്. എങ്ങനെ എന്താ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാം കുട്ടിയോടൊക്കെ നമ്മൾ പറയണത് എന്താണ്, എല്ലാം ഏത് ഫ്രൂട്ടും നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന മറ്റേ ഇത് വവ്വാൽ കൊത്താത്ത കടിക്കാത്ത ഫ്രൂട്ട്സ് വരെ എന്താണ് കഴുകി അത് സുർക്കവെള്ളത്തിലൊക്കെ കഴുകിയിട്ട് അതിൽ ഉപ്പിലൊക്കെ ഇട്ടിട്ട് വേണം ഉപയോഗിക്കാൻ നമ്മൾ പറയാറുള്ളത്. പിന്നെ അത് അങ്ങനെ കുറേ നൊസ്റ്റാൾജിയ ഉണ്ട് കേട്ടല്ലോ. മാമ്പഴത്തിൻ്റെ ഇതാണ്. ചക്കനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ചക്ക എനിക്ക് ഭയങ്കര പെരുത്ത് ഇഷ്ടമാണ്. അതിൽ പിന്നെ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോയിട്ട് കൂട്ടുകാർക്ക് ആ ചക്കയാണ് നമ്മളെ വീട്ടിൽ ഏറ്റവും കൂടുതലുള്ള പഴം. പിന്നെ ഇതാണ് അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചക്കൻ്റെ ഐസ്ക്രീം, ചക്ക ഹൽവ, അതിൻ്റെയൊക്കെ ഫോട്ടോ ഇപ്പോഴും ഉണ്ട് നമ്മളെ കയ്യിൽ, നമ്മളെ ആൽബത്തിലുണ്ട്. ചക്ക വരട്ടി നമ്മളിവിടെ ഉണ്ടാക്കിയിട്ട് അതിനൊരു ഉരുളിയൊക്കെ അല്ലേ, പ്രത്യേക ഉരുളിയൊക്കെ വാങ്ങി ഒക്കെ ഇതായിട്ട് അപ്പോൾ വെറുതെ കളയണ്ട വിചാരിച്ചിട്ട് അങ്ങനെ ചാടിപ്പോവാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊക്കെ കിട്ടുന്ന നല്ല നല്ല ഓരോ അനുഭവങ്ങളാണ്. നൊസ്റ്റാൾജിക് ബോക്സ്. അപ്പോൾ ഇത് മാമ്പഴക്കാലം പോയത് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഇത് മാങ്ങയല്ലേ, ഇത് ചക്ക. അങ്ങനെ യെസ്. ഓക്കെ, നമുക്ക് ആ പഴയ കാലത്തേക്ക് തിരിച്ചു പോയാലോ? തീർച്ചയായിട്ടും ഫുൽവാ. ഇത് ചെറുപ്പത്തിൽ പലരും ചോദിച്ചിട്ടുണ്ട് വലുതായിട്ട് എന്താ ആഗ്രഹം. വലുതായപ്പോഴാണ് അതിന് ഉത്തരം കിട്ടിയത്. ഓക്കെ, പക്ഷെ നടക്കാത്ത കാര്യമാണ്. ഇത് കണ്ടാൽ തന്നെ വായിൽ ഒരു കപ്പലോടിക്കാനുള്ള വെള്ളം വരുന്നുണ്ട്. പിന്നെ തുറക്കം ജിമ്മിലേക്ക് പോകാൻ നിൽക്കാണ്. ജസ്റ്റ് ഞങ്ങൾ പോകേണ്ട സമയം കഴിഞ്ഞു. ഇന്ന് കുറച്ചൊരു ലൈറ്റ് ആയതാ. കഴിക്കണോ? പോകുന്നുണ്ടോ? നല്ല മണമുണ്ടോ അവിടെ? ഹൽവയാണ് പോകുന്നത്. ഇത് ചക്കയല്ലേ പറഞ്ഞേ അല്ലേ? ഇത് അതിൽ മാങ്കോ കൊടുത്താണ്. ആദ്യം ഇപ്പൊ വരും പറയും, ഇരിക്കാൻ പറയും. ആ നമ്പർ ഒന്ന് വാങ്ങിക്കാം. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റി. അഫിയോക്ക് സൂപ്പർ ടേസ്റ്റ്. ഇതേതാ മാങ്കോ? ഇതൊന്ന് ട്രൈ നോക്കിട്ടാ. ഇത് ചക്കല്ലേ? എന്ത് ചക്ക മാങ്ങാണ്. ഇത് മാങ്ങ. എടാ ചെക്കന്മാരെ കഴിച്ചു നോക്കി, എല്ലാവരും കഴിച്ചു നോക്കി. റീനാന് ടേസ്റ്റ് നോക്കിയാ വായിട്ടോ. കഴിക്കരുതേ, ഉള്ളി ടേസ്റ്റി. എല്ലാവർക്കും ഉണ്ട്, എല്ലാവരും എടുത്ത് തിന്നോളൂ. എല്ലാവർക്കും ഉള്ളു, എല്ലാവർക്കും പരിക്കൊണ്ടോ എല്ലാം ഉണ്ട്. എടാ സിദ്ദിനെ പുറത്തുള്ള ആളത്തിനെ നമ്പർ നമ്പർ വാങ്ങിക്കാം. ഓ ഇത് കറക്റ്റ് സ്മെല്ല് കേട്ടോ. ഇത് അതിൻ്റെ അത്ര ഹാർഡല്ല, പെട്ടെന്ന് തോടിയപ്പോൾ തന്നെ പോന്നു. ഇഷ്ടപ്പെട്ടോ? എന്തായാലും ഞാൻ ഞെട്ടോണ്ട് ഉറക്കത്തിൽ. എന്നും രാത്രി ഉണരലാവും. അതുമായിട്ടാ ഷുഗർ നോക്കണേ.
ശ്രദ്ധിക്കണം എന്നിട്ട് ഇപ്പൊ 2 സ്പൂൺ കൂടി. നല്ല നമുക്ക് പരിചയമുള്ള ഏതോ ഒരു മാങ്ങ. നമ്മളിവിടെ കൊണ്ടുവരണം. അതൊക്കെ എല്ലാവർക്കും ഉണ്ട്. അവിടെ ചെക്കന്മാര് കഴിച്ചു നോക്കി. ദാ, ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഇങ്ങോട്ട് അവിടെ ഒന്നായിട്ട് തീർക്കല്ലേ. അത് ശരി. എല്ലാവരും എടുത്ത് നോക്കി. നീ അവിടെ നിന്ന് നോക്ക്. ഞാൻ സൗദ കഴിച്ചു നോക്ക്. തിന്നില്ല. ശ്രീനാഥ് എന്താ ഇപ്പൊ ഈ ബ്ലാക്ക് കൽവിയും കൂടി ഇതാക്കി നോക്കി. ഇതും കൂടെ അല്ലേ ഉള്ളു നമ്മളത്. അതെന്താ 24 പൊട്ടിച്ചൊക്കെ 24 വെറൈറ്റീസ്. ഇത് ഫുള്ള് ഇപ്പൊ ചെയ്യുന്നുണ്ടപ്പാ. കുറേശ്ശെ തിന്നാ മതിടാ. ഒന്നാരും നമ്മളെ പ്രശ്നമുള്ളൂ. അതാ ഞങ്ങക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഓരോ മണിക്കൂർ ഇടവിട്ട് നിന്നാ മതി. ഓരോ മണിക്കൂറല്ല, ദിവസത്തിൽ ഡെയിലി ട്വൈസ് അല്ലെങ്കിൽ 1 ടൈം. ഓ ഒരു മിനിറ്റിലോ വൺസ് ഇൻ എ മിനിറ്റ് എന്നൊക്കെ. ഇതാണ് ഞങ്ങളെ സിഗ്നേച്ചർ. ശരി. 24 ടൈപ്പായിരുന്നു. 24 അതായത് കോഴിക്കോടൻ അൽവന്റെ വണ്ടിയിലുള്ള എല്ലാ ടൈപ്പ് അൽവന്റെയും ഇതിലുണ്ടാവും. ഗിഫ്റ്റ് കൊടുക്കാനും ഹൽവ കോസി കൂദ് അൽ അസീൽ. അസീൽ മീൻസ് നാടൻ. ഒറിജിൻ. ഒറിജിൻ. ഓക്കെ. ക്ലാസിക് ഗ്രീന് ഒരുപാടുണ്ട് കേട്ടോ. ഇതെല്ലാം ഇതിലുണ്ട്. ഇതുണ്ട് അല്ലേ. ചോക്ലേറ്റ് അൽവ, പാഷൻ ഫ്രൂട്ട്, ബദാം, ഗ്രേപ്സ്. സോ ഇത് ഗിഫ്റ്റ് ചെയ്യാനും ഇതിനൊക്കെ ആയിട്ട് പുറത്ത് പോകണതൊക്കെ ഇല്ലേ. അതന്നെ. ഇനി ഇപ്പച്ചിക്ക് എന്ന് പറഞ്ഞു കാണാൻ ആരെങ്കിലൊക്കെ ഗിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഈ ഉൽവാന്റെ ബോക്സ് കൊണ്ടുവരണം. ഇത് കയ്യട്ടെ കേട്ടോ, ഇത് കയ്യട്ടെ. എന്നിട്ട് വേണം ഇവിടെ അടിച്ചു കേറി. മധുരം അല്ല അപ്പച്ചിക്ക് ഇടക്കൊക്കെ ഉറക്കത്തൊന്നും നീച്ചു. കാര്യമല്ല. പാക്കിങ് ഉണ്ടല്ലേ. എല്ലാ ഹൽവയും ഉണ്ട്. കൊച്ചു പാക്കറ്റുകളിൽ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഗോതമ്പ് വീറ്റ്. പിന്നെ ഇങ്ങനെ പോന്നിട്ട് കിവി, പിന്നെ മാംഗോ കഴിച്ചിട്ടുണ്ട്, ഡേറ്റ്സ് ഉണ്ട്, റെഡ്, ബ്ലാക്ക് ജാഗരി, ഡ്രൈ ഫ്രൂട്ട്, പൈനാപ്പിൾ നല്ല ടേസ്റ്റി കാരണം. പാഷൻ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ നമ്മളെ ഇവിടെ ഉള്ളതാണ്. നമ്മളതുകൊണ്ട് ഉണ്ടാക്കിയില്ല, അത് മാത്രം ഉണ്ടാക്കിയില്ല, ബാക്കിയൊക്കെ ഉണ്ടാക്കി. സ്പോർട്സ് കാര്യങ്ങൾ തിന്നണത് നമ്മളെ വീറ്റേ കൂടെ. മോനോട് പിടിച്ചോ, കോയിനെ പിടിച്ചോ പറഞ്ഞ പോലെ അവനോട് പിടിച്ചാൽ ഒരു ഐഡിയ കലാപരമായിട്ട് കയറി. അത്യാവശ്യം വലുതല്ലേ ഒരു പീസ്. ഇത് എത്ര ഉണ്ടാവും? 80 80 ഗ്രാം ഉണ്ടാവും ഒരു ഹൽവ. ഇതിങ്ങനെയാണ് ഈ പാക്ക് ഇത് ചെയ്യണേ അല്ലേ? ബ്ലാക്ക് ഹൽവ. ഇത് പൊട്ടിച്ചാ അവിടുന്ന് ഇത് കഴിച്ചാൽ എനിക്കതാ ഇഷ്ടം. കറുത്തലുവ കത്രികട ഫുള്ളും നല്ലതപ്പാ. അതിൻ്റെ അതേ ടേസ്റ്റ് നെയ്യും കൂടി കൂടിയില്ലേ. ഇവിടെ കൊടുക്കി അല്പം കൂടിയോ? എനിക്ക് ഒരു കഷ്ണം തിന്നോ കരുവോ. ടേസ്റ്റിയാണ്. നോക്ക് വെറും കറുത്തലുവല്ല. ഇതാ ടേസ്റ്റ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്.
നിങ്ങളെ അഭിപ്രായത്തിൽ ഏറ്റവും ടേസ്റ്റുള്ള ഹൽവ ഏതാ? അല്ല വീറ്റ് അല്ലേ, വീറ്റ് ശരിക്കും എവർഗ്രീൻ സാധനല്ലേ. വീട്ടിനാണ് മിഠായി തെരുവില് ഭയങ്കര ഡിമാൻഡ്. അത് കഴിയില്ല ചിലപ്പോ. ഇത് ഫുള്ള് കറുത്തല്ലോ. അതെ, ഇന്ന് ഇവിടെ ഇരുന്നാളേ, ഇന്ന് ജിമ്മ് പോണത്. ആ കഴിക്കും. ഇതെപ്പ കഴിഞ്ഞത് ചോദിച്ചാൽ നിങ്ങളെ കോണ്ടാക്ട് നമ്പർ ഒന്നും ഇനി കൊടുക്കല്ലേ ഇവിടെ. ഇപ്പൊ അത് കൊടുക്കല്ലേ, മക്കളെ നിങ്ങൾ ഇനി വരുന്നുണ്ടോ? കോഴിക്കോട്ട് നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി വരും. ഡോക്ടർക്ക് കാട്ടിക്കൊടുക്കാനാ. വിമൽ ഡോക്ടർക്ക് കാട്ടിക്കൊടുക്കാനാ. ഒരു പൊട്ടുന്നാ തീട്ടപ്പച്ചേ, ഡെയിലി ഓരോ ചെറിയ പീസ് ഒന്നാ തീട്ടോ. അതിനുള്ളേ കറുത്ത ഹൽവയൊക്കെ നമ്മളെ തിന്നത്രണ്ടല്ലോ. എന്തെങ്കിലും ദൂരം ആ പൊളിച്ചൂടി ഇത് കഴിക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിതാ. ഇത് കൊടുത്താ പിന്നെ നിലമ്പൂർ പാട്ട് ഓർമ്മ വരിക. ഇവിടുത്തെ ഒരു ഉത്സവമാണ് നമ്മുടെ നിലമ്പൂരത്തെ. നമ്മൾ പോയാൽ അവിടെ വാങ്ങേണ്ട ഒരു ഐറ്റാണ് ചുവന്ന ഹൽവയും പൊരിയും കറുത്ത ഹൽവയും. ഇത് കറക്റ്റ് ഇപ്പച്ചിക്ക് പറഞ്ഞുണ്ടാക്കിയ പ്രൊഡക്റ്റ് ആണ്. മൂപ്പര മെമ്മറീസിലുള്ള പ്രൊഡക്റ്റ്. പൊരിയിൽ മുക്കിയിട്ട് ഇതിന്റെ ചുറ്റും പൊരിയാക്കുക, എന്നിട്ട് തിന്നണം. അപ്പൊ കുറച്ച് ക്രിസ്പിയും കൂടി ആവും. നല്ല രസാ. അരി പൊരിക്കൂലേ? അത് ഏത് പൂരത്തുങ്ങ കിട്ടുകയാണെങ്കിൽ എവിടെ കിട്ടണമെങ്കിലും അലുവ ആ പൊരിയിൽ ഇങ്ങ ചുരുട്ടിയിട്ട് ഒന്ന് തിന്നോക്കുള്ളൂ. അടിപൊളി. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാ? എനിക്ക് കിട്ടില്ല. അവനപ്പല്ലോ അവൻ എത്ര ഇത് വലിച്ചു വരുന്ന എന്ത് തിന്നാ ശരീരത്തിലൊന്നും ഇവിടുന്ന് ആരും ഒന്നും ഉണ്ടായത് അല്ല. നമ്പർ വാങ്ങിയില്ലേടാ? നോക്കിയോ? ആ നമ്പർ 500 രൂപ അയച്ചോട്ടെ. എത്ര രൂപ നമ്പർ അയച്ചാ പോരാ? ഇപ്പൊ തന്നെ ആയിക്കോട്ടാ. അഫിയാന്ന് അയച്ചാ അത് ചെയ്തു പോകാം. അഫിയ ഗൂഗിൾ പേല് റിജേഷോ സോ ഗൈസ്, നമുക്ക് ഈ പെട്ടി നിറയെ സമ്മാനങ്ങൾ തന്നത് ഫുൽവ ടീമാണ്. എങ്ങനെ ഓർഡർ ചെയ്യാൻ പറ്റും അപ്പം? ഇത്രയും സാധനങ്ങൾ നമുക്ക് തന്നത് ടീം ഫുൽവയാണ്. താങ്ക് യു സോ മച്ച്. കോഴിക്കോട് നിന്ന് വന്ന് ഇങ്ങോട്ട് ഗിഫ്റ്റുമായി വന്നത്. താങ്ക് യു സോ മച്ച്. സോ എങ്ങനെ ഓർഡർ ചെയ്യാം? ഇതിലല്ലേ നിങ്ങളെ സൈറ്റില് വെബ്സൈറ്റും പിന്നെ വാട്സപ്പും എല്ലാം ഉണ്ട്. ഓക്കെ, സോ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഗൈസ്. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാനും പരിപാടികൾക്കൊക്കെ ആയിട്ട് പോവാം. അപ്പം എല്ലാവരെയും കൂട്ടി ഞാൻ ബ്രോസ്റ്റ് വാങ്ങിക്കൊടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ +1 പരീക്ഷകളിൽ വമ്പിച്ച വിജയം നേടി എൻ്റെ അഭിമാനം കാത്തു സൂക്ഷിച്ച, കാരണം എൻ്റെ ഇപ്പോൾ എല്ലാ കുതിരവിടലിനും വരുന്ന കുട്ടികളാണ്. അപ്പോൾ എത്രയൊക്കെ കുതിര വിട്ടാലും നല്ല രീതിയിലുള്ള മാർക്ക് വാങ്ങി അഭിമാനം കാത്തു സൂക്ഷിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ബ്രോസ്റ്റ് ട്രീറ്റ് ഞാൻ ഓർഡർ ചെയ്തിരുന്നു. ഹാപ്പി അല്ലേ? ഹാപ്പി. ബോക്സിങ്ങിന് നമ്മൾ തിന്നാൻ പറ്റുമോ ബ്രോസ്റ്റൊക്കെ? ഉണ്ട്, പ്രോട്ടീൻ ചിക്കൻ. അസറ് വേണ്ട, ജയിച്ചില്ലേ? അത് മതി, അങ്ങനെ ജയിച്ചോ. ഞാൻ തോറ്റി, അത്രല്ലേ? ഹാപ്പി അല്ലേ? അപ്പൊ ഫർസാൻ അവർകളും വന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. 1, 2 ആരെങ്കിലും മിസ്സായിക്കണോ? ഇല്ല, എല്ലാവരും ഉണ്ട്. അപ്പം ഇനി ബ്രോസ്റ്റ് വരാൻ സമയമെടുക്കും. അപ്പോൾ തന്നെ വ്ളോഗ് അപ്ലോഡ് ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നാളെ വരാനുള്ള വ്ളോഗ്, നാളെ 10 മണിക്ക് വരാനുള്ള വ്ളോഗ് ഒരു 1.5 വ്ളോഗായിരിക്കും. എല്ലാവരും സർപ്രൈസ് വ്ളോഗാണ്. എല്ലാവരും വെയിറ്റ് ആൻഡ് വാച്ച്. 1.5 മണിക്കൂർ വരുന്നൊരു സിനിമയാണ് നാളെ നമ്മൾ പുറത്തു വിടുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും കാണുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ ഈ വ്ളോഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വെച്ചിട്ട് കാണാം. കുട്ടികൾക്ക് ബ്രോസ്റ്റൊക്കെ വാങ്ങിക്കൊടുക്കിട്ട് അത് ഇതിലെടുക്കണില്ല. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നാളത്തെ വ്ളോഗ് എല്ലാവരും കാണണം. എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആശംസകൾ നേരുന്നു. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ ഗൈസ്. ബൈ ബൈ. അസ്സലാമു അലൈക്കും. സലാം.